ഞാൻ സജി ചേന്നാട്ട് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും കൃഷിത്തിരക്കിലായിരിക്കും. കാരണം ജൂൺ മാസമാണ്. എല്ലാവർക്കും ഇപ്പം എല്ലാം നമുക്ക് തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യാൻ പറ്റിയ സമയമാണിപ്പം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ സാലഡ് കുക്കുംബർ അഥവാ കിയാറ് ഒപ്പം പയർ ഇതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഞാനൊരു ഏരി വെട്ടുകയാണ്. അപ്പോൾ ആ ഏരി എങ്ങനെയാണ് വെട്ടുന്നത്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇല്ല, ഞാൻ ഇതേപോലെ കുറച്ച് പുല്ലിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പുല്ല്, ഈ പുല്ലിനെ ഞാനിങ്ങനെ ചെത്തി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ഇത് നമ്മുടെ കുമ്മായം വിതറുകയാണ്. അപ്പോൾ ഈ പുല്ല് ഇവിടുത്തെ കാടുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് നൈട്രജൻ കിട്ടും. നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ കിട്ടാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ കാട്, ഈ പുല്ല്, ഇങ്ങനെയുള്ള ഈ പള്ളകളൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് നൈട്രജൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കുമ്മായം വിതറുന്നത് വെച്ചാൽ നമ്മുടെ മണ്ണിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായം വിതറുന്നത്. ഇനി 9 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പം ഇങ്ങനെ ഈ കുമ്മായം ഇങ്ങനെ വെതറിയതിന് ശേഷം ഇനിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ കുറച്ച് ഭാഗം കളച്ച് അതിൻ്റെ മണ്ണ് എടുത്ത് നമ്മൾ വെക്കുക. ഇതിന് ഒരുപാട് വലിയ ഈ പയറും അതുപോലെ മറ്റേ കുക്കുംബറൊക്കെ നടുമ്പം ഒരുപാട് വലിയ ഏരിയ ഒന്നും വേണ്ട. നമുക്ക് ചെറിയ ഏരിയ മതി, അധികം മണ്ണിൻ്റെ ആവശ്യമില്ല. പരമാവധി മേൽമണ്ണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. മേൽമണ്ണിലാണെങ്കിൽ വളക്കൂടുള്ള മേൽമണ്ണാണ്, മേൽമണ്ണ് എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കല്ലോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതെല്ലാം നമ്മൾ എടുത്ത് കളയും. കാരണം കല്ലൊക്കെ വന്ന് നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള ഭയങ്കര പ്രയാസം നേരിടും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ടും ഇങ്ങനെ ഇതേപോലെ ഏരി കൊള്ളണം. അങ്ങനെ ഏരി കോരിയതിന് ശേഷമാണ് നമ്മൾ ഇത് ചെടികൾ നമ്മൾ നടേണ്ടത്. അപ്പം ഓൾറെഡി നമ്മളിപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു, കുമ്മായി ഇട്ട് കഴിഞ്ഞു, കുമ്മായി ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ഏരി നല്ല കംപ്ലീറ്റ് ആക്കി നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇതുണ്ടോ, ഞാനിതാ ഏരി ഇതേപോലെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ആവശ്യത്തിന് മണ്ണൊക്കെയായി എല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്മായൊക്കെ ഇട്ടു. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് നമുക്ക് ജൈവവളമാണ് വേണ്ടത്. ജൈവവളത്തിന് നമുക്ക് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും ഓൾറെഡി ഞാൻ ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അത് മിക്സ് ചെയ്തിട്ട് ഇടുകയാണ്. ഇവിടെ ചകിരിച്ചോറിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ മാത്രമല്ല എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ താറാവിൻ്റെ കാഷ്ട ഇരിപ്പുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ചാണകപ്പൊടിയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ കുമ്മായിക്ക് ഇട്ടതിന് ശേഷം 9 ദിവസത്തിന് ശേഷം മാത്രമേ ഇവിടെ നമ്മൾ ചെടികൾ നമ്മൾ നടുകയുള്ളൂ. അപ്പോൾ ഈ ചാണകപ്പൊടി ഇടുക, ചാണകപ്പൊടി ഇട്ടതിന് ശേഷം വേപ്പിണ്ണാക്ക് എല്ലുപൊടി ഇടുക. ആ എല്ലുപൊടി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇത് വിത്തുകൾ നമ്മൾ നടുകയുള്ളൂ. ഞാനിപ്പോൾ ഈ മഴ കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് തൈകൾ നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം തൈകൾ എങ്ങനെയാണ് നടുന്നത് കാര്യങ്ങളെപ്പറ്റി, തൈകൾ എങ്ങനെയാണ് ആദ്യം തൈ വളർത്തിയെടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തൈ ശരിക്കും വളർത്തിയെടുക്കണം, നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അതിനുശേഷം അവിടുന്ന് ഇവിടെ കൊണ്ടുപോയി പറിച്ച് നടുക, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ മറ്റൊരു തൈയാണ് ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്ന തൈയല്ല. ഇതേപോലെ നമ്മൾ തൈകൾ ഇങ്ങനെ വളർത്തിയെടുക്കുക. ഇതിപ്പം 4 ദിവസമായ തൈകളാണ്. അപ്പോൾ 1, 2, 3 ഇല ആയിട്ടുള്ളൂ. നമുക്കിതൊരു 5 ഇല ആകുന്നേരം വരെ വിത്തഴിക്ക് നിർത്താം. അഥവാ 2 ആഴ്ച നമുക്ക് ഈ ഡിസ്പോസൽ ഗ്ലാസ്, ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് എന്താ പറയുക, വേഗം അരിഞ്ഞു പോകുന്ന പേപ്പർ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിലാണ് ഞാൻ ഇനി പയറായാലും കിയാറായാലും ഞാൻ നട്ടു വളർത്തുന്നത്. അപ്പോൾ ഈ സാലഡ് കുക്കുംബറൊക്കെ നമുക്ക് നേരെ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മഴ കാരണം അത് നശിച്ചു പോകും. അപ്പോൾ ഇതേപോലെ വലിയ തൈ ആയതിന് ശേഷം നമ്മൾ കൊണ്ട് നടുകയാണെങ്കിൽ നമുക്ക് ആ തൈകൾ നന്നായിട്ട് കിട്ടും. അപ്പം ഞാനിനി നടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.